കർണാടക സർക്കാരിന് ബോംബ് ഭീഷണി. ശനിയാഴ്ച ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നത്. സ്ഫോടനം നടത്താതിരിക്കാൻ 20 കോടി രൂപ നൽകണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എസ് നന്ദഗോപൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. നന്ദൻ, ശനിയാഴ്ച സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശത്തിലുള്ളത്. വിവരങ്ങൾ. അതിന് വരുന്ന ശനിയാഴ്ച കർണാടകത്തിന്റെ പല ഭാഗങ്ങളിൽ, ബംഗളൂരു ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതേപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും, അതേപോലെ തന്നെ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇമെയിൽ വഴിയാണ് ഈ സന്ദേശം എത്തിയിരിക്കുന്നത്. മറിച്ച് സ്ഫോടനം ഒഴിവാക്കണമെങ്കിൽ 20 കോടി രൂപ പ്രതിഫലമായി നൽകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഏത് സംഘടനയാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. നേരത്തെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബംഗളൂരുവിൽ ഒരു സ്ഫോടനം ഉണ്ടായതടക്കമുള്ള വിഷയങ്ങൾ പരിഗണിച്ച് തികഞ്ഞ ജാഗ്രതയാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. ഇമെയിൽ സന്ദേശം അത് വളരെ കാര്യമായി തന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കഫേലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ ജാഗ്രതയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇതിന് പിന്നിൽ, ഏതെങ്കിലും സംഘടനയാണോ വ്യക്തികളാണോ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ശരി, കർണാടക സർക്കാരാണ് ബോംബ് ഭീഷണി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നത്. സ്ഫോടനം നടക്കാതിരിക്കാൻ 20 കോടി രൂപ നൽകണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.